കേരള വേലൻ മഹാസഭയുടെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് 8-ന് ചേർത്തലയിൽ തുടക്കമാകും. സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ നയരേഖയായി അവതരിപ്പിക്കും. കേരള വേലൻ മഹാസഭയുടെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് മാർച്ച് 8-ന് ചേർത്തലയിൽ തുടക്കം കുറിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഇത്. ചേർത്തലയിൽ അതിൻ്റെ വിളംബര സമ്മേളന ഘോഷയാത്രയും സമ്മേളനവും വെച്ചിട്ടുണ്ട്. വി.ഡി. സതീശൻ ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം. മറ്റ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. വേലൻ മഹാസഭ കേരളത്തിലെ രണ്ടാമത് പട്ടികജാതി സംഘടന. KPMS കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പട്ടികജാതി സംഘടനയാണ് കേരള വേലൻ മഹാസഭ. 2016 വൈക്കത്ത് വെച്ച് വലിയ ഗംഭീരമായ രീതിയിൽ നവതി ആഘോഷം നടത്തി. ഇപ്പോൾ 2026 ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി വിളംബര സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമാണ്. കാലാകാലങ്ങളായി 100 വർഷം പിന്നിട്ട് കഴിഞ്ഞ ഈ മഹാസഭയ്ക്ക് മാറി മാറി വരുന്ന സർക്കാരുകളിൽ നിന്നും ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. പല പല സർക്കാരുകളെയും പല മന്ത്രിമാരെയും ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ചേർത്തലയിലെ മന്ത്രിയായിട്ടുള്ള P. പ്രസാദിനെ ഉൾപ്പെടെ നിരവധി തവണ കാണുകയും പല തരത്തിലുള്ള നിവേദനങ്ങൾ നമ്മൾ സമർപ്പിക്കുകയും ചെയ്തിട്ടും ഒരു ജാതി സംഘടന എന്നുള്ള നിലയിൽ പോലും അവർ നമ്മളെ സമീപിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ശതാബ്ദി വിളംബര സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രകടനം ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ചേർത്തല ഡിവൈഎസ്പി T. അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചേർത്തല VTMM ഹാളിൽ ചേരുന്ന വിളംബര സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MS ബാഹുലേയൻ സ്വാഗതം പറയും. സംസ്ഥാന കമ്മിറ്റി അംഗം S. നാരായണൻ അനുസ്മരണം നടത്തും. സമ്മേളനത്തിൽ കേരള വേലൻ മഹാസഭ വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ നയരേഖയായി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോഷി പരമേശ്വരൻ അവതരിപ്പിക്കും. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദ് മുഖ്യാതിഥിയായി സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ മുഖ്യ പ്രാസംഗികനായും പങ്കെടുക്കും. മുൻ MP AM ആരിഫ് മുതിർന്ന സംഘടനാ നേതാക്കളെ ആദരിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 റിസർവേഷൻ സീറ്റുകളിൽ വേലൻ സമുദായ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, സർക്കാർ പിടിച്ചെടുത്ത സമുദായത്തിന്റെ 5 സ്കൂളുകൾ തിരിച്ചു നൽകുക, സർക്കാരിന്റെ ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പട്ടികജാതി സംവരണം ഏർപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പബ്ലിസിറ്റി കൺവീനർ S. നാരായണൻ, KK ഹരിദാസ്, ജോഷി പരമേശ്വരൻ, MS ബാഹുലേയൻ, ശാലിനി വിനോദ് എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.